നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ലിറ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ജോസഫ് ബാർബറയുടെ ദ ഇങ്ക് ആൻഡ് ദ മെലഡി എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. യു ഹാവ് സീൻ ഹൗ ആഡ്സ് ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്റർ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് ആഡുകൾ, അഡ്വർടൈസ്മെൻറ്റുകൾ എങ്ങനെയാണ് കുട്ടികളെയും അതേപോലെ തന്നെ ആ ഒരു കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ ബാധിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ദർ ആർ ഓൾസോ പോസിറ്റീവ് ആസ്പെക്ട്സ് ടു ദ പോപ്പുലർ മീഡിയ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ ന്യൂ മീഡിയയും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റും എല്ലാം ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊന്നുമല്ല. നല്ല രീതിക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. നൗ ലെറ്റ് us read the story of the meeting of two legends, the king of pop മൈക്കൽ ജാക്സൺ ആൻഡ് ജോസഫ് ബാർബറ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു കഥ പോലെ എഴുതിയിരിക്കുന്നത് മൈക്കൽ ജാക്സണും ജോസഫ് ബാർബറയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുള്ള. മൈക്കൽ ജാക്സൺ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, കിങ് ഓഫ് പോപ്പ് സംഗീതത്തിൻ്റെയൊക്കെ ഒരു രാജാവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരാളാണ്. അപ്പോൾ അതേസമയം ജോസഫ് ബാർബറ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ക്രിയേറ്റേഴ്സ് ഓഫ് പോപ്പുലർ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ലൈക്ക് ടോം ആൻഡ് ജെറി പോലെയുള്ള പ്രമുഖമായ കുറച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയൊക്കെ ക്രിയേറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് ജോസഫ് ബാർബറ. ദ മീറ്റിംഗ് റിവീൽസ് ദ റിമാർക്കബിൾ എബിലിറ്റി ഓഫ് ആർട്ട് ടു അപ്ലിഫ്റ്റ്, inspire and provide solace, offering a beacon of comfort and consolation to weary minds. അപ്പോൾ എങ്ങനെയാണ് കലയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു ടയേർഡായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമത്തിൽ നിരാശയിലിരിക്കുന്ന മനുഷ്യന്മാരെ ഇൻസ്പയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കംഫർട്ട് ചെയ്യാനൊക്കെ എങ്ങനെയാണ് നമ്മളെ ആശ്വസിപ്പിക്കാനൊക്കെ സഹായിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഒരു ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിൽ വരുന്ന രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഒന്ന് മൈക്കൽ ജാക്സൺ ആണ്, മറ്റത് ജോസഫ് ബാർബറയാണ്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ദ ഇങ്ക് ആൻഡ് ദ മെലഡി. അപ്പോൾ ദ ഇങ്ക് ആൻഡ് ദ മെലഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ മെലഡി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആരുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, മൈക്കൽ ജാക്സണായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അദ്ദേഹമാണുള്ള സംഗീതവുമായിട്ട് റിലേഷൻ വരുന്നത്. അതേസമയം ദ ഇങ്ക് എന്ന് പറയുന്നത് ഇവിടെ റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോസഫ് ബാർബറേനെയാണ്. അപ്പോൾ അത് രണ്ടും കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് ടൈറ്റിൽ അങ്ങനെ വന്നിരിക്കുന്നത്. I chose to be called creative consultant, though I might well have been designated as producer, co-producer, executive producer or dishwasher. അപ്പോൾ ജോസഫ് ബാർബർ പറയുകയാണ്, ഞാനൊരു ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് എന്നൊക്കെയാണ് വിളിക്കപ്പെടാൻ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കണമെന്നാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. പക്ഷേ പലപ്പോഴും ഞാൻ പല പോസ്റ്റുകളിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പ്രൊഡ്യൂസറായിട്ടോ കോ പ്രൊഡ്യൂസറായിട്ടോ അത്തരത്തിൽ ഏതുവരെ പറയുന്നുണ്ട്, ഡിഷ് വാഷർ എന്നുള്ള നിലയിൽ വരെ ഞാൻ അറിയപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട്. ഐ ഹാഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൈംസ് ഇൻ മൈ ലൈഫ് വർക്കിംഗ് ഇൻ ദ കപ്പാസിറ്റി വിത്ത് ഫിൽ ആൻഡ് എസ് പീപ്പിൾ ഓൺ ദ ടോം ആൻഡ് ജെറി മൂവി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ടോം ആൻഡ് ജെറി മൂവിയിൽ വർക്ക് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടമാണ്. വൈൽ ദ മൂവി വാസ് ഇൻ പ്രൊഡക്ഷൻ ഐ മെറ്റ് ഇൻ ഫാക്ട് I had a series of 5 meetings with a young man who was very much in the news as I write this. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയെ പല തവണകളായിട്ട് എനിക്ക് കാണാൻ അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ടൈമിൽ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. Sometime in 1992, Michael Jackson, an avid cartoon buff, contacted me to discuss the possibility of working on some project together. അപ്പോൾ ഒരു ദിവസം 1992 മൈക്കൽ ജാക്സൺ എന്നെ ഒരു ദിവസം കോൺടാക്ട് ചെയ്യേണ്ടായി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഒന്നിച്ചൊരു പ്രൊജക്റ്റ് ചെയ്യാം. അദ്ദേഹം മ്യൂസിക് റിലേറ്റഡാണ്. ഇദ്ദേഹം ഇതൊരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ മൈക്കൽ ജാക്സൺ വിളിച്ച് പറഞ്ഞു, ഒന്നിച്ച് നമുക്കൊരു വർക്ക് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് ചെയ്താലോ എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചുകൊണ്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹു കുഡ് സേ നോ? അപ്പോൾ ആർക്കാണ് അദ്ദേഹത്തിനോട് നോ പറയാൻ പറ്റും? ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തി, മൈക്കൽ ജാക്സനെ പോലത്തെ ഒരു വ്യക്തി നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒന്നിച്ചൊരു വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു നോ പറയാൻ സാധിക്കുക? മൈ ഫസ്റ്റ് തോട്ട് was to make a deal for him to sing a song in the Tom and Jerry feature. അപ്പോൾ അദ്ദേഹം ആദ്യം വിചാരിക്കുന്നത് എന്താണ്, തീർച്ചയായിട്ടും അങ്ങനെ ഒന്നിച്ചൊരു വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ജോസഫ് ബാർബറ വർക്ക് ചെയ്യുന്നത് എന്തിലാണ്, ടോം ആൻഡ് ജെറിയിലാണ്. അപ്പോൾ അതിലൊരു മ്യൂസിക് മൈക്കൽ ജാക്സനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത്. ഡ്യൂറിങ് അവർ ഫസ്റ്റ് മീറ്റിംഗ് ഇൻ ഹിസ് അപ്പാർട്ട്മെൻറ്റ് ഓൺ വെൽഷയർ ബൊളീവാർഡ്, ഹി ആസ്ക്ഡ് മീ ഇഫ് ഐ ഹാഡ് റിയലി റിട്ടൺ ഓൾ ദോസ് ടോം ആൻഡ് ജെറി സീരീസ്. അപ്പോൾ അങ്ങനെ ഇവർ മീറ്റ് ചെയ്യുന്നുണ്ട്, മൈക്കൽ ജാക്സന്റെ സ്ഥലത്ത് വെച്ചിട്ട് താമസ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നമ്മുടെ ജോസഫ് ബാർബറോട് ചോദിക്കുന്നു, ശരിക്കും നിങ്ങൾ ഈ ടോം ആൻഡ് ജെറിയുടെ ഈ സ്റ്റോറി ഫുള്ള് നിങ്ങൾ എഴുതിയത് തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. നോ, ഐ സെഡ് ഐ ഡ്രൂ ദം. അപ്പോൾ അദ്ദേഹം പറയാണ്, അല്ല ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ അതൊക്കെ വരയ്ക്കുകയാണ് ചെയ്തിരിക്കണം. ഡു യു വോണ്ട് ടു സീ? ഐ ആസ്ക്ഡ്. നിങ്ങൾക്ക് കാണണോ? He nodded, sprang out of the room and returned with a pad
ആൻഡ് സം മാർക്കേഴ്സ്. അപ്പം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, വേഗം പോയിട്ട് ഒരു പേപ്പറും അതിന് മാർക്കേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഐ ടുക്ക് ദം ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് സ്കെച്ചസ് ഓഫ് എ കാർട്ടൂൺ. അപ്പം അദ്ദേഹം ജോസഫ് ബാർബറ വേഗം എന്ത് ചെയ്യാണ്, ആ ഒരു പേപ്പർ എടുത്തിട്ട് കാർട്ടൂൺസ് വരയ്ക്കാൻ തുടങ്ങുകയാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് കോൾഡ് ബൗളിംഗ് എലി ക്യാച്ച് ഡെപിക്റ്റിംഗ് ദ ആക്ഷൻ ആൻഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു എപ്പിസോഡിൽ വരുന്ന ആ ഒരു ചിത്രങ്ങളും ആ ഒരു ഇൻസിഡൻസും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം വരയ്ക്കുന്നത്. മൈക്കിൾ ലുക്ക്ഡ് ഓവർ മൈ ഷോൾഡർ വിസ്പറിംഗ് ഇൻ ദാറ്റ് ഹൈ തിൻ ബ്രീതി വോയിസ് ഓഫ് ഹിസ് വാ ആൻഡ് വോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇതിങ്ങനെ ജോസഫ് ബാർബറ വരയ്ക്കുന്നത് കണ്ടിട്ട് അത്രയും എക്സൈറ്റഡ് ആയിട്ട് സന്തോഷമായിട്ട് അത്രയും അത്ഭുതപ്പെട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, വാവ് എന്തൊരു അടിപൊളിയായിട്ടാണ് വരയ്ക്കുന്നത് എന്നുള്ള ഒരു ആശ്ചര്യം അദ്ദേഹം പുറത്ത് കാണിക്കുകയാണ്. ഐ സ്റ്റോപ്പ് അറ്റ് ദ ഫിഫ്ത്ത് സ്കെച്ച്. അങ്ങനെ 5ാമത്തെ സ്കെച്ച് വരച്ചിട്ട് എന്ത് ചെയ്യാണ്, ജോസഫ് ബാർബറ അവിടെ നിർത്തുകയാണ്. വുഡ് യു ലൈക്ക് മീ ടു ഓട്ടോഗ്രാഫ് ദം. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് മൈക്കിൾ ജാക്സണോട് ചോദിക്കുകയാണ്, ഇതിൽ ഞാൻ വരച്ചതിൽ ഞാൻ ഇനി ഒന്ന് ഓട്ടോഗ്രാഫ് കൂടി ചെയ്തു തരണമെന്ന് നിങ്ങൾക്കുണ്ടോ? ഓ യെസ് ഹി വിസ്പേർഡ്. മൈക്കിൾ ജാക്സൺ പറയുന്നത് തീർച്ചയായിട്ടും. നൗ ഹൗ അബൌട്ട് മീ ഗെറ്റിംഗ് ആൻ ഓട്ടോഗ്രാഫ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്. ആക്ച്വലി അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്, മൈക്കിൾ ജാക്സൺ ഓട്ടോഗ്രാഫാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹം തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഓട്ടോഗ്രാഫ് തന്നൂടെ എന്ന് ജോസഫ് ബാർബറ തിരിച്ച് മൈക്കിൾ ജാക്സണോട് ചോദിക്കുകയാണ്. ഐ പോയിന്റഡ് ടു എ പോസ്റ്റർ ഹി ഹാഡ് ഷോയിങ് ഹിംസെൽഫ് ആൻഡ് എ ലിറ്റിൽ ഗേൾ. ഇറ്റ് വാസ് ഹി സെഡ് ഹിസ് നീസ് നിക്കോൾ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, അവിടെ തന്നെ ഉള്ള ഒരു പോസ്റ്റർ മൈക്കിൾ ജാക്സന് ഒരു പെൺകുട്ടിയും കൂടെ നിൽക്കുന്ന ഒരു പിക്ചർ കാണുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ചൂണ്ടിയിട്ടാണ് നമ്മുടെ ജോസഫ് ബാർബറ എന്ത് ചോദിക്കുന്നത്, ഓട്ടോഗ്രാഫ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ മൈക്കിൾ ജാക്സൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ നീസായിട്ടുള്ള നിക്കോളാണ്. കൂടി ഓട്ടോഗ്രാഫ് ദ പോസ്റ്റർ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ നീസും കൂടെ നിൽക്കുന്ന മരുമകൾ എന്നൊക്കെ പറയില്ല, സഹോദരിയുടെ പുത്രീനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, നീസ് എന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ നീസും കൂടെ നിൽക്കുന്ന ഈ ഒരു പിക്ചറിനകത്ത് എനിക്ക് ഓട്ടോഗ്രാഫ് ചെയ്ത് തരുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. Oh yes, he whispered and he began to write and he wrote some more. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ ജാക്സൺ എന്ത് ചെയ്യാണ്, അതിനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഓട്ടോഗ്രാഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു 1 ലൈനിലൊക്കെ എഴുതി പെട്ടെന്ന് നിർത്തില്ലേ, ഇതങ്ങ് നിർത്തുന്നൊന്നും കാണുന്നില്ല, അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. വാട്ട്സ് ദിസ് ദ ഗെറ്റിസ്ബർഗ് അഡ്രസ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതെന്താണിത്, ഗെറ്റിസ്ബർഗ് അഡ്രസ് പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഗെറ്റിസ്ബർഗ് അഡ്രസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ദ ഫേമസ് സ്പീച്ച് ഡെലിവേർഡ് ബൈ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ. അബ്രഹാം ലിങ്കൻ്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്പീച്ചാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഗെറ്റിസ്ബർഗ് അഡ്രസ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതെന്താ ഗെറ്റിസ്ബർഗ് അഡ്രസ്സ് ആണോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഇവിടെ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇത്രയും ലെങ്തി ആയിട്ട് നമ്മൾ ചോദിക്കില്ലേ, വല്ല പ്രസംഗം എഴുതുകയാണോ എന്ന് ചോദിക്കില്ലേ നമ്മൾ, അപ്പോൾ അതുപോലെ. അപ്പോൾ അത്രയും ലെങ്തി ആയിട്ട് എന്താ നിങ്ങൾ വല്ല സ്പീച്ച് എഴുതാണോ എന്നുള്ള രീതിക്കാണ് അദ്ദേഹം ചോദിക്കുന്നത്, ലെങ്ത് കണ്ടിട്ട്. യു വിൽ സീ പ്ലീസ് റീഡ് ഇറ്റ് അലൗഡ്. ഐ റീഡ്. അപ്പോൾ അദ്ദേഹം എന്ത് പറയുകയാണ്, ശരി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ ജാക്സൺ എഴുതിയ ഓട്ടോഗ്രാഫ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഐ റെഡ്. അപ്പോൾ അദ്ദേഹം അത് വായിക്കുകയാണ്. ടു മൈ ഹിയർ. അദ്ദേഹം എഴുതിയിട്ടില്ല, മൈക്കിൾ ജാക്സൺ എഴുതിയിട്ടുള്ള ഒരു മൈക്കിൾ ജാക്സൺ നമ്മൾ ജോസഫ് ബാർബറയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ള ഓട്ടോഗ്രാഫാണ് ഇനി കാണുന്നത് കേട്ടോ. ടു മൈ ഹീറോ ഓഫ് യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ. ഇന്നലത്തെയും എന്നത്തെയും എൻ്റെ ഹീറോയ്ക്ക്. With many thanks for all the many cartoon friends who gave me as a child. They were all I had. അപ്പോൾ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇത്രയും കാർട്ടൂൺ സുഹൃത്തുക്കളെ തന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി, അവർ മാത്രമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ, അദ്ദേഹത്തിൻ്റെ മൈക്കിൾ ജാക്സൻ്റെ ഡിഫിക്കൽട്ട് ടൈംസിലൊക്കെയും അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടായിരുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ന്യൂ മീഡിയ കാരണം അല്ലെങ്കിൽ കാർട്ടൂൺസ് കാരണം ഒക്കെ എത്രത്തോളം ഒരു മനുഷ്യൻ്റെ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അവസ്ഥകളിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് മൈക്കിൾ ജാക്സൺ. I found him to be a laid-back and courteous gentleman, which is a great deal more than you can say about most of the people in our industry. അപ്പം അദ്ദേഹത്തിന് നമ്മുടെ ജോസഫ് ബാർബറയ്ക്ക് നമ്മുടെ എന്താ പറയുക മൈക്കിൾ ജാക്സനെ കാണുന്ന സമയത്ത് തോന്നുന്നു വളരെ എന്താ പറയുക ശാന്തനായിട്ടുള്ള വളരെ മര്യാദയുള്ള നല്ലൊരു മനുഷ്യനായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ്. ആസ് ഇറ്റ് ടേൺഡ് ഔട്ട് ദ എക്സിക്യൂട്ടീവ്സ് ഓഫ് ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസ് had no interest in doing a deal with മൈക്കിൾ ജാക്സൺ. എന്തായാലും ഇവർ ഒന്നിച്ചൊരു പ്രൊജക്റ്റ് ചെയ്യാനൊക്കെയാണ് പ്ലാൻ ചെയ്ത് വന്നത്, പക്ഷെ അത് നടക്കുന്നില്ല. നമ്മുടെ ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യുന്നില്ല, അതിനുള്ള ഒരു രീതിക്കൊന്നും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. ആൻഡ് നത്തിങ് ഫർദർ കെയിം ഓഫ് ദിസ് മീറ്റിംഗ്സ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് കാരണം പ്രത്യേകിച്ച് യാതൊരു റിസൾട്ടും കാര്യമായിട്ടൊന്നും കാണാനും സാധിച്ചില്ല. നെവർദലെസ് മൈ മീറ്റിംഗ്സ് വിത്ത് ഹിം വർ ഡിലൈറ്റ്ഫുൾ. എന്നിരുന്നാലും അവരുടെ ആ ഒരു മീറ്റിംഗ് എന്താണ്, അവർക്ക് വളരെ ഹാപ്പിനെസ് കൊടുക്കുന്ന, അവർ വളരെ ഡിലൈറ്റ് ആക്കുന്ന നല്ലൊരു മീറ്റിംഗ് തന്നെയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് റിസൾട്ടായിട്ട് ഒരു പുതിയൊരു പ്രോഗ്രാമോ ഒരു പുതിയൊരു പ്രൊജക്റ്റോ ഒന്നും വന്നിട്ടില്ല, എന്നാലും അവരത് ഭയങ്കര എൻജോയ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. താങ്ക്